മതങ്ങൾക്കുള്ളിൽ ഫൈറ്റ് വരണം. അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ. കാരണം വീട്ടിൽ സ്വാതന്ത്ര്യം. ഒരു ഫെമിനിസ്റ്റ് ആണെന്ന് പറയുകയും എന്നാൽ ആ വ്യക്തി സമൂഹത്തിൽ എന്ത് മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പുരുഷനും എന്നുള്ള സംശയമില്ല. പക്ഷെ ഇവിടെ സ്ത്രീക്കുണ്ടോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറിനുണ്ടോ ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര മനസ്സിലാവൂലായിരുന്നു. അതത്ര ശരിയാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നാണ്. കാരണം ജനിച്ചു വീഴുന്നത് കുടുംബമായതുകൊണ്ട് കുടുംബത്തിൽ അത് കുടുംബത്തിൽ തുടങ്ങണം. പക്ഷെ ഒരു കാര്യം അത് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. വെൽക്കം അബാക് മീഡിയ. ജ്യോതി നാരായണൻ മാം, സ്വാഗതം ചെയ്യുന്നു അബാക്കിലോട്ട്. ഇന്നത്തെ സമൂഹത്തില് ഒരുപക്ഷെ സ്ത്രീകൾ മാത്രമായിരിക്കും എല്ലാ പ്രശ്നങ്ങളും അനുഭവിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോഴും കാണുന്നത് എല്ലായിടങ്ങളിലും സ്ത്രീകൾ ഒഴിവാക്കപ്പെടുകയോ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുകയോ അല്ലെങ്കിൽ സ്വീകരിച്ചാൽ പോലും അവർ നിൽക്കുന്ന സ്ഥലങ്ങളിൽ അവർ ഒറ്റപ്പെടുന്നുള്ളൊരു തോന്നലും ഉണ്ടാവുകയോ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പൊതുവെ കാണുന്നത്. അങ്ങ് ഒരു ഫെമിനിസം ചിന്തിക്കുമ്പോഴാണെങ്കിലും അതിപ്പോൾ ഒരു സമൂഹത്തിലോട്ട് അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണെങ്കിലും ഇപ്പോഴും നൂറ്റാണ്ടുകളായി നമ്മൾ കാണുന്നൊരു വേർഡാണ് ഫെമിനിസം എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോഴും അതിനൊരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടൊരു അതൊരു മാറാത്തതിനൊരു കാരണം എന്താണ്? അത് ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന സമൂഹം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ചൂഷണങ്ങളുണ്ട്. സ്ത്രീകൾ മാത്രമല്ല, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകള്, സ്ത്രീകളെക്കാൾ മോശമാണ് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ പലതരത്തിലുള്ള ചൂഷണമുണ്ട് അധികാരത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതിനെതിരെയുള്ള ഒരു ഫൈറ്റ് തന്നെയാണ്. അപ്പൊ അതില് സ്ത്രീകൾ കൂടുതൽ വരുന്നു എന്നുള്ളതാണ് അതില് കാരണം. ഇത് മാത്രമല്ല, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങള്, അതല്ലെങ്കിൽ സ്ത്രീകളോടുള്ള ഇപ്പോഴത്തെ ഒരു നിലപാട് ശരിയാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരാളെ ഒരു പുരുഷൻ വേറൊരു പുരുഷനെ മർദ്ദിച്ചാൽ അത് തെറ്റാണെന്ന് നമ്മൾ ബോധ്യപ്പെടുന്നു. പക്ഷെ ഭർത്താവ് ഭാര്യ മർദ്ദിക്കുമ്പോൾ അതിന് അവകാശമുണ്ട്. ഇതൊരു നാച്ചുറലായിട്ടിരിക്കുന്നു. സ്ത്രീകളുടെ ഒരു രണ്ടാം തരം പൗരത്വം എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ട് എടുക്കുന്നു. അത് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ നമ്മളെ കണ്ടീഷൻ ചെയ്തിരിക്കുന്നു. അത് പുരുഷൻ മാത്രമല്ല, സ്ത്രീകളും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഞാൻ നേരത്തെ മാഡം പറഞ്ഞില്ലേ, ഒരു ഭാര്യനെ ഭർത്താവ് തല്ലിയാൽ അത് ശരിയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അവനും ഭർത്താവും ശരിയാണെന്ന് വിചാരിക്കുന്നു. ഭർത്താവിന്റെ അച്ഛനും ഭർത്താവിന്റെ അമ്മയും സഹോദരങ്ങളും സഹോദരിയും അത് ഭർത്താവിന്റെ സൈഡിൽ നിന്ന് ശരിയാണെന്ന് ചിന്തിക്കുന്നു. അവിടെ ഒരു ജെൻഡർ ആയിട്ടല്ല ചിന്തിക്കുന്നത്. അത് തന്നെയാണ്. അതായത് അത് ജെൻഡർ ആണ് വരുന്നത്. എങ്ങനെയാണ് ജെൻഡർ ആയിട്ട് വരുന്നത് വെച്ചാൽ, ഈ മെയിൽ ഡോമിനേറ്റഡ് വാല്യൂസ്, മെയിലിനെ അല്ല ഞാൻ പറയണേ, പുരുഷന്മാരെ അധികാരം എന്നുള്ളതല്ല ഞാൻ പറയണേ, പുരുഷ അധികാരത്തിനെ അംഗീകരിക്കുന്ന മൂല്യമുള്ള കാര്യങ്ങളാണ് ശരിയെന്ന് പുരുഷനും വിചാരിക്കുന്നു, അതുപോലെ സ്ത്രീകളും വിചാരിക്കുന്നു. മനസ്സിലായോ? സ്ത്രീകളുടെ വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂല്യബോധം എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മൂല്യബോധം എന്ന് പറഞ്ഞാൽ ഞാൻ ആരോഗ്യമുള്ള ഒരു സ്ത്രീ ആയിരിക്കുക, കഴിവുള്ള പവറുള്ള പ്രതികരിക്കാൻ പ്രാപ്തിയുള്ള ഒരാളായിരിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ വെളുത്ത് തുടുത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനത്തെ ഒരു എന്താ പറയുന്നത്, ശരീരം ബേസ്ഡ് ആയിട്ടുള്ള അടങ്ങി ഒതുങ്ങി ജീവിക്കുക എന്നുള്ളത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ചുറ്റുമുള്ള പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും അങ്ങനെ വിചാരിക്കുന്നു. എന്നെയും അങ്ങനെ കണ്ടീഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ രൂപപ്പെടുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ തന്നെ. എനിക്ക് തോന്നുന്നു ഇപ്പൊ മാറിയ സമൂഹത്തിൽ ഇതിനെല്ലാം വളരെ വലിയൊരു മാറ്റം വന്നിട്ടില്ലേ? ഇപ്പൊ മാഡം പറഞ്ഞ സൗന്ദര്യബോധത്തിൽ നിന്നും ഇല്ല, ഒട്ടും മാറില്ല. സൗന്ദര്യബോധത്തിൽ മാറിയിട്ടുണ്ടോ എന്നുള്ളതല്ല, മൊത്തത്തിലൊരു സാമൂഹ്യ മാറ്റം സമൂഹത്തിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പലരും മാറിയിട്ടുണ്ടാവും, ചെറിയ ഗ്രൂപ്പുകൾ മാറിയിട്ടുണ്ടാവാം. പക്ഷെ പൊതുബോധത്തിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഇത്രയധികം വരുന്നത്. കാരണം പ്രതിരോധം വരുന്നുണ്ട്. പണ്ട് ഇത് വളരെ സ്വാഭാവികമായിരുന്നു. സ്ത്രീകളെ ഉപദ്രവിക്കുന്നതോ, സ്ത്രീകളെ 18 വയസ്സ് വരെ എങ്ങനെയെങ്കിലും വളർത്തുക, അത് കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിക്കുക, പ്രസവിക്കുക, കുട്ടികളുണ്ടാവുക, അവരെ വളർത്തുക, ഇങ്ങനെ ജീവിതത്തിന്റെ ഒരു ചക്രത്തിൽ ഇങ്ങനെ വളരെ സ്വാഭാവികമായിട്ട് തന്നെ സ്ത്രീകളും അതുപോലെ തന്നെ മൂല്യബോധമുള്ള സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാര്, അതിൽ വളരെ ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ധാരാളം പുരുഷന്മാരുണ്ട്. ഇവരുടെയൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഇതിൽ തെറ്റുണ്ടെന്നും കുഴപ്പമുണ്ടെന്നും ഇത് തിരുത്തേണ്ടതാണെന്നുള്ള ബോധം വരുന്നുണ്ട്. ഈ ബോധത്തിന്റെ ഭാഗമായിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് എതിർപ്പ് ശക്തമാവുന്നത്, നമ്മൾക്ക് പ്രത്യക്ഷപ്പെടുന്നത്. വളരെ സ്വാഭാവികമായിട്ട് പോകുമ്പോൾ ഇത് ആരും അറിയില്ല. പക്ഷെ സ്ത്രീകൾ പ്രതികരിക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ജനാധിപത്യ ബോധമുള്ള ആൾക്കാർ പ്രതികരിക്കാൻ തുടങ്ങുന്നു.
അപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള എതിർപ്പുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ജിയോ ബേബിയാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമ എടുത്തത്. അപ്പൊ ആ ഒരു ബോധത്തിന്റെ ഭാഗമായിട്ടാണ് അത് അങ്ങനെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന ഒരു സിനിമ പോലെ എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ജനാധിപത്യ ബോധമുള്ള ആൾക്കാർ, അത് സ്ത്രീകൾ മാത്രം ആയിക്കൊള്ളുന്നില്ല, സ്ത്രീകളും ആവാം പുരുഷന്മാരും ആവാം. അത്തരത്തില് ശരീരം കൊണ്ട് സ്ത്രീ ആയിട്ട് ഇരിക്കുമ്പോഴും മനസ്സുകൊണ്ട് നമുക്ക് എന്താണ് സൊല്യൂഷൻ? അപ്പൊ ഈ പറയുന്ന പോലെ മാം പറയുന്ന പോലെ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ കണ്ടീഷൻ ചെയ്യപ്പെട്ട, ഒന്നെങ്കിൽ അവർ ജീവിച്ചു വന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ അവർ ഇപ്പോൾ നിലവിൽ ജീവിക്കുന്ന സാഹചര്യത്തിലോ നിൽക്കുന്ന ഈ കണ്ടീഷൻസ് എല്ലാം നമുക്ക് എന്താണ് അതിനൊരു സൊല്യൂഷൻ? കാരണം ഒരു ജെൻഡർ ബേസിലല്ലല്ലോ ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഒരു ജെൻഡർ ബേസിലല്ല. അല്ല, ഇതില് ഒരു ഒറ്റ വാക്കിൽ ഒറ്റമൂലികളൊന്നുമില്ല ഇതിന്റെ ഒരു സൊല്യൂഷൻ. ഇതൊരു സോഷ്യൽ ചേഞ്ചിന്റെ ഭാഗമാണ്. അതെങ്ങനെ വരുത്താൻ പറ്റുന്നു? അത് എല്ലാ രംഗത്തും എവിടെയൊക്കെ ആദ്യം ഇത് തിരിച്ചറിയുക എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. എല്ലാവരും തിരിച്ചറിയും. അപ്പൊ അറിഞ്ഞ ആളുകൾ, അതാണ് ഫെമിനിസ്റ്റ് മൂവ്മെന്റുകൾ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പക്ഷെ മീഡിയ ഒക്കെ വളരെയധികം തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഫെമിനിസ്റ്റ് മൂവ്മെന്റുകൾ പറഞ്ഞാൽ സ്ത്രീകളുടെ കൂട്ടായ്മകൾ എന്ന് പറയുന്ന പുരുഷനെതിരായിട്ടാണ് എന്നുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ. അതങ്ങനെ വരുന്ന ഇതുവരെ കേൾക്കാത്ത വാചകങ്ങളും വാക്കുകളും കേൾക്കുമ്പോഴത്തേക്കും അധികാരത്തെ ചോദ്യം ചെയ്യുമ്പോൾ അത് പലപ്പോഴും അധികാരം പ്രയോഗിക്കപ്പെടുന്നത് ഭർത്താവോ അച്ഛനോ സഹോദരനോ ആകുമ്പോൾ നമ്മൾ അവരെ ചോദ്യം ചെയ്യേണ്ടി വരും. പലപ്പോഴും ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു പോയിന്റിൽ നമുക്കൊന്ന് സംസാരിക്കാം. അതായത് നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും ഈ സംഘടനകള് പലപ്പോഴും ഒരു വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ള പൊതുവെ വരുന്നൊരു കാര്യം. അത് മിക്കവാറും ഈ പാർട്ടിപരമായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ സാമൂഹിക അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാരെന്ന് പറയുന്ന ആളുകൾ സൈലന്റ് ആവുകയും അത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതിന് പ്രതികരിക്കും. ഈ വളരെ സെലക്റ്റീവായ വിഷയങ്ങൾ മാത്രം പ്രതികരിക്കുകയും ചെയ്യുന്നത് കൊണ്ടല്ലേ സോഷ്യലി ഇവരിങ്ങനെ ചാർത്തപ്പെടുന്നത്? അങ്ങനെയല്ല. ഒന്ന് ഇത്തരത്തിൽ ബോധമുള്ള ആളുകൾ എന്ന് പറയാൻ, ഇപ്പൊ ഫെമിനിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നവര് ഇപ്പൊ ഒരു കാര്യത്തില് എല്ലാവരും ഒരേപോലെയുള്ള ആൾക്കാരല്ല. അല്ല. ഇപ്പൊ എന്താ പറയണ, ഇപ്പൊ ഒരു പ്രത്യയശാസ്ത്രം പൂർണ്ണമായും പഠിച്ച അതനുസരിച്ച് ഒരു ജീവിത ശൈലി ബോധ്യപ്പെട്ട് വരുന്ന ആളുകളല്ല. പലപ്പോഴും കേരളത്തിൽ എനിക്ക് തോന്നിയേക്കുന്ന ഫെമിനിസ്റ്റുകളെക്കാൾ കൂടുതൽ ആക്ടിവിസ്റ്റുകളാണ്. തന്റെ മുമ്പിൽ കാണുന്ന തനിക്ക് അനീതി എന്ന് തോന്നുന്ന കാര്യങ്ങളോട് പ്രതികരിക്കുന്ന ആൾക്കാരാണ് ആക്ടിവിസ്റ്റുകൾ. അവരെയാണ് ഇപ്പൊ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഞാനടക്കമുള്ള ആളുകള് ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്ന് ആദ്യം ഒന്നും പറഞ്ഞിരുന്നില്ല. പക്ഷെ ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇപ്പൊ സ്ത്രീധനത്തിനെതിരായിട്ടായാലും സ്ത്രീകളെ ഉപദ്രവിക്കുന്നതിനെതിരായിട്ടായാലും കുട്ടികളെ ഉപദ്രവിക്കുന്നതിനെതിരായിട്ടായാലും അല്ലെങ്കിൽ എന്റെ മൂവ്മെന്റിനെ, എന്റെ സ്വാതന്ത്ര്യ ബോധത്തെ തടുക്കുന്ന കാര്യങ്ങളെ ഞാൻ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആളുകളാണ് പറഞ്ഞത് അവളൊരു ഫെമിനിസ്റ്റ് ആണ്. അത് കഴിഞ്ഞ ശേഷമാണ് ഈ ഫെമിനിസ്റ്റ്. പലർക്കും പലപ്പോഴും ഭയങ്കര ഡൗട്ടുള്ള കാര്യമാണ് ഒരു ഫെമിനിസ്റ്റ് ആണെന്ന് പറയുകയും എന്നാൽ ആ വ്യക്തി സമൂഹത്തിൽ എന്ത് മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാമോ? എന്താണ് ഫെമിനിസം എന്ന് പറയാമോ? അതായത് ഇപ്പൊ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള രീതിയിൽ പറയാം. ഇപ്പൊ ഫെമിനിസം തന്നെ പല ഇക്കോ ഫെമിനിസം ഉണ്ട്, സോഷ്യലിസ്റ്റ് ഫെമിനിസം ഉണ്ട്, പലതരത്തിലുള്ള ഇപ്പൊ ബ്ലാക്കിസം, ഫെമിനിസത്തിന് തന്നെ കുറച്ചും കൂടി വരുന്നത് വുമണിസം ഉണ്ട്. ഇങ്ങനെ പലതരം ഈ ഫെമിനിസത്തിന് തന്നെ വിവിധ ശാഖകളുണ്ട്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വിവിധ ശാഖകളില്ലേ, കോൺഗ്രസിന് വിവിധ ശാഖകളില്ലേ, അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് മൂവ്മെന്റുകൾക്കും സിദ്ധാന്തങ്ങൾക്കും പലതരത്തിലുള്ള മൂവ്മെന്റുകളുണ്ട്. ഞാൻ വേണമെങ്കിൽ പറയാവുന്നത് അത് പൂർണ്ണമായിട്ടും ഇങ്ങനെ ഒരു ഇതിന്റെ ഉള്ളിൽ നിർത്താൻ പറ്റില്ല, എങ്കിലും ഒരു സോഷ്യലിസ്റ്റ് ഫെമിനിസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പൂർണ്ണമായിട്ടും ആ വാക്കിന്റെ ഉള്ളിൽ ഒതുങ്ങുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഒരു സ്ത്രീപക്ഷം എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ കാണുന്ന അനീതിക്കെതിരെ പ്രതികരിക്കുന്ന ആളെന്നുള്ള രീതിയിലാണ്. അത് ഏത് രീതിയിലായാലും. അപ്പൊ അനീതി എന്താന്നുള്ളതും കൂടെ പിന്നെ രണ്ടാമത് ചർച്ച ചെയ്യേണ്ടി വരും. സ്ത്രീക്ക് രാത്രി ഒരു സ്ഥലത്ത് പോയി കഴിയുമ്പോൾ അവൾക്കെതിരെ അക്രമം ഉണ്ടാകുമ്പോൾ അവൾ അവിടെ പോയിട്ടല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹം ഉണ്ട് ഇവിടെ. അവിടെ പോകാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അവിടെയാണ്, അതായത് ഇന്ത്യൻ ഭരണഘടനയില് ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ പൗരാവകാശങ്ങളും ഉപയോഗിച്ച് ജീവിക്കാനുള്ള റൈറ്റ് എനിക്കെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡറിന് പുരുഷനും എന്നുള്ള സംശയമില്ല. പക്ഷെ ഇവിടെ സ്ത്രീക്കുണ്ടോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറിനുണ്ടോ എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ ആ പൗരാവകാശങ്ങൾ എവിടെയൊക്കെ നിഷേധിക്കപ്പെടുന്നുണ്ടോ അവിടെ എല്ലാം ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ആദ്യം അത് തിരിച്ചറിയുക എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ ചോദ്യം ചെയ്യൽ എവിടെ നിന്നായിരിക്കണം തുടങ്ങേണ്ടത്? ഞാൻ പറയണ അപ്പൊ ആദ്യം അത് തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞ ആളുകൾ പറയുന്ന ആളുകൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മയാണ് സ്ത്രീ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി പക്ഷെ ഈ സ്ത്രീകൾ തന്നെ തമ്മിൽ തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ ലൈംഗികതയെ കുറിച്ചിട്ടും കുടുംബ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഈ സ്ത്രീ കൂട്ടായ്മകളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പുലർത്തുന്നവരുണ്ട്. വളരെ സ്വാഭാവികമാണത്.
ആ ഒരു രീതിയിലുള്ള. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ആദ്യം ഈ കാര്യങ്ങളെ തിരിച്ചറിയും. ഇപ്പൊ ഒരു 20 വർഷം മുമ്പ് ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര മനസ്സിലാവൂലായിരുന്നു, അതത്ര ശരിയാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷെ എന്റെ പ്രവർത്തനത്തിലെ തുടർച്ചയുള്ള പഠനങ്ങളുടെയും അന്വേഷണങ്ങളുടെയും ഇടപെടലുകളുടെയും ഭാഗമായിട്ട് ലെസ്ബിയൻ വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഹോമോ, ലെസ്ബിയൻ, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഈ സ്ത്രീ പുരുഷന്മാർ മാത്രമല്ല, പലതരത്തിലുള്ള ഇതുകള് പ്രകൃതിയിലുണ്ടെന്നും അതാവുന്നത് ഒരു കുറ്റമല്ല എന്നും രോഗമല്ല എന്നും മനസ്സിലാക്കാൻ ഒരുപാട് കാലം എടുത്തു, വർഷങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങള്. അപ്പൊ ഞാൻ പറയുന്നത് ഒരു പൗരാവകാശം ഉപയോഗിച്ച് സ്ത്രീക്ക് ഇവിടെ ജീവിക്കുമ്പോൾ എവിടെയൊക്കെ തടസ്സങ്ങളുണ്ടോ ആ എല്ലാ രംഗങ്ങളെയും നമ്മൾ അനലൈസ് ചെയ്യുകയും അത് മാറ്റിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഒരു പെൺകുട്ടിയെ, പൊതുവെ ഒരു പെൺകുട്ടിക്ക് എവിടെ നിന്നാണ് ആദ്യത്തെ ഈ കണ്ടീഷനിങ് സംഭവിക്കുന്നത്? സ്ത്രീകൾ ആദ്യം കണ്ടീഷൻ ഒന്ന് പ്രസവിക്കുന്നതിന് മുമ്പേ ഉണ്ട് കുട്ടിയാണോ വേണോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയാണ്. നോർമൽ പെൺകുട്ടി കുങ്കുമപ്പൂ തിന്നുന്ന എവിടെ നിന്നാണ് ഈ കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? കുടുംബത്തിൽ നിന്നാണ്. കാരണം ജനിച്ചു വീഴുന്നത് കുടുംബമായതുകൊണ്ട് കുടുംബത്തിൽ. അപ്പൊ എങ്ങനെ ഫൈറ്റ് ചെയ്യണം? അത് കുടുംബത്തിൽ തുടങ്ങണം. പക്ഷെ ഒരു കാര്യം, എങ്ങനെ ഫൈറ്റ് ചെയ്യണം? അത് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അവിടെയാണ് ഒരു സങ്കീർണത കിടക്കുന്നത്. കാരണം കുടുംബത്തിൽ ഉള്ള അമ്മയുടെ അച്ഛന്റെ, അവരെ ആദ്യം വളർത്തുന്ന അമ്മ, അച്ഛൻ, സഹോദരങ്ങള്, ബന്ധുക്കള് എന്നുള്ളതില് അവരുടെ വാല്യൂബോധം, അവരുടെ മൂല്യബോധം എന്ന് പറയുന്നത് ഈ മെയിൽ ഡോമിനേറ്റഡ് പുരുഷൻ ജീവിക്കുന്ന ലോകത്തിന് പ്രാപ്തമാക്കിയ കുട്ടിയെ വിടുക എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത്. അത് തന്നെയാണ് സംഭവം. അത് ബ്രേക്ക് ചെയ്യുമ്പോൾ, അത് തിരിച്ചറിഞ്ഞ ആളുകൾ ബ്രേക്ക് ചെയ്യുമ്പോൾ, ഈ പറയുന്ന ഇപ്പൊ മാം ഉൾപ്പെടെയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരു കണ്ടീഷനിലൂടെ ആയിരിക്കും വളർന്നു വന്നിരിക്കുന്നത്. പക്ഷെ മാം ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഫാമിലിയുമായിട്ടുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് ഒന്നും ഒരിക്കലും സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത് നമ്മുടെ സ്വന്തം വീട്ടിൽ ഇന്ന് കാണുന്ന ഇത്തരത്തിലുള്ള മൂല്യബോധങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന പല സംഘടനകളിൽപ്പെട്ട ആളുകളും അവരുടെ കുടുംബത്തിൽ അവരുടെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ബന്ധുക്കളോ എല്ലാം ഇങ്ങനെ ആയിരുന്നിട്ട് പോലും അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ള ഒരു തീരുമാനമല്ല പലപ്പോഴും അവരെടുക്കുന്നത്. അതിനെ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പലരും പല വിധത്തിൽ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകളെ കല്യാണം കഴിക്കുന്നതുണ്ട്, കുടുംബ ജീവിത രീതികൾ ചെയ്യുന്നുണ്ട്, വീട്ടിലെ ജോലി പതുക്കുന്നതിൽ പങ്കുവെച്ച് ചെയ്യുന്നതിലുണ്ട്, പിന്നെ സ്വതന്ത്രമായി യാത്ര ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും പല രീതിയിൽ ഇതിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ചേഞ്ചസ് ഉണ്ടായത്. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് തന്നെ ഒരുപാട് ആളുകൾ എല്ലാവരും എല്ലാം ചെയ്തോളന്നില്ല. ആദ്യം പറഞ്ഞ സമരത്തിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. എല്ലാ സമരത്തിലും ഈ മുന്നിൽ നമ്മളെപ്പോഴും പേര് കേൾക്കുന്ന 1-2 ആൾക്കാർ തന്നെ എപ്പോഴും എല്ലാം പ്രതികരിച്ചോളന്നില്ല. അത് പ്രാദേശികമായിട്ട് പുതിയ പുതിയ തലമുറകൾ, പുതിയ പുതിയ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മാറ്റം എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാവും. മാഡം, ഇപ്പൊ പൊതുവെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് മാറ്റങ്ങൾ തുടങ്ങാതെ വീട്ടിൽ നിന്ന് നമുക്ക് ഇതിന്റെ ഒരു മാറ്റം പ്രതിഫലിക്കാൻ തോന്നുന്നില്ല. അങ്ങനെയല്ല, വീട്ടിൽ നിന്ന് തുടങ്ങണം. മതങ്ങൾക്കുള്ളിൽ ഫൈറ്റ് വരണം. മതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ. കാരണം വീട്ടിൽ സ്വാതന്ത്ര്യം, അമ്മയ്ക്ക് മകള് പുറത്ത് പോകണോണ്ടോ പഠിക്കണോണ്ടോ യാത്ര ചെയ്യണോണ്ടോ ഇത് എൻജോയ് ചെയ്യണോണ്ടോ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടോ വിഷമമുള്ളതുകൊണ്ടോ അല്ല അമ്മ അത് തടുക്കണേ. നാട്ടുകാരെന്ത് പറയും,